നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപി നേതാക്കൾക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും ആദ്യത്തെ അവകാശി ബലിദാനികളാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ബലിദാനികളുടെ സ്മൃതി കുടീരങ്ങൾ എം പി സന്ദർശിച്ചു. ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്ററിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. 100ഓളം യൂത്ത് ബ്രിഗേഡിയർമാർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ബിജെപി നേതാക്കൾക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും അവകാശി ബലിദാനികളാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭ എം പിയായി ചുമതലയേറ്റ സി സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ ജില്ലയിലെ ബലിദാനികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ബലിദാനികളുടെ വസതിയിലെത്തിയാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. ബിജെപി നേതാക്കൾക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും ആദ്യത്തെ അവകാശി ബലിദാനികളാണെന്ന് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. പലയിടങ്ങളിൽ നിന്നും അംഗീകാരത്തിൻ്റെ ജനപിന്തുണയുടെ അന്തരീക്ഷത്തിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. ഇതിനെല്ലാം സാഹചര്യം ഒരുക്കിയത് ജയകൃഷ്ണൻ മാഷെ പോലെയുള്ള ധീരന്മാരായ നമ്മുടെ സഹോദരങ്ങളാണ്. ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ സ്വയം സ്വീകരിച്ച് അതെല്ലാം മറികടന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയം മാത്രം ലക്ഷ്യം വെച്ച് ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയ ധീരബലിദാനികൾ, അവരാണ് നമ്മുടെ മാർഗദീപങ്ങൾ. ഒരാദർശത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തിന് ഒട്ടും വില കൽപ്പിക്കാതെ സാമൂഹ്യ പരിവർത്തനമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് തീരുമാനിച്ച് സംഘബദ്ധത്തിലൂടെ നമ്മുടെ പാർട്ടിയുടെ ആശയങ്ങൾ നെഞ്ചേറ്റി പ്രവർത്തിച്ച അനേകം ആളുകൾ നമ്മുടെ മുമ്പേ സഞ്ചരിച്ചവർ നമുക്ക് അനുഗ്രഹവർഷം ചൊരിയേണ്ടതുണ്ട്. സ്വന്തം കാര്യം ചെയ്യുന്നത് പോലെ സംഘടനാ കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബലിദാനികൾ ഏറ്റെടുത്ത് നിർത്തുന്നതിനിടയിലാണ് പലർക്കും ജീവൻ നഷ്ടമായതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. മൂര്യാട് അയോധ്യ നഗറിലെ കെ പ്രമോദ്, പത്തായക്കുന്നിലെ കെ വി ഗംഗാധരൻ, പി പ്രശാന്ത്, വി രാജേഷ്, കോട്ടയംപൊയിലിലെ ദീക്ഷിത്, തൊക്കിലങ്ങാടിയിലെ കെ രാജൻ തുടങ്ങിയവരുടെ വസതികളിലെത്തിയും സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി പി ഷാജി മാസ്റ്റർ, രാജൻ പുതുക്കുടി, എ പി പുരുഷോത്തമൻ, ജില്ലാ മീഡിയ കോ കൺവീനർ സി കെ സുരേഷ്, കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസാദ് വള്ളങ്ങാട്, കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർ സുഷിന മാറോളി, പാട്യം പഞ്ചായത്ത് മെമ്പർമാരായ പി മജിഷ, കെ കെ സജിലത, ചെറുവാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ വിനോദ്, ആർ വി ശശി, എ പി റജിലൻ, വി പി സഹേഷ് എന്നിവർ വിവിധയിടങ്ങളിൽ സദാനന്ദൻ മാസ്റ്ററോടൊപ്പം പുഷ്പാർച്ചനയിൽ പങ്കുചേർന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കർഷക ദിനാചരണം വിപുലമായി കൊണ്ടാടി. കൃഷിഭവനുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ പഞ്ചായത്തിലും കർഷകരെ ആദരിച്ചും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചും കർഷക ദിനം വേറിട്ടതാക്കി. കർഷക ദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. കർഷകർക്ക് ആദരമൊരുക്കിയും വൈവിധ്യമാർന്ന പരിപാടികളൊരുക്കിയുമാണ് കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. കരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം പടന്നക്കര മാതൃക അംഗൻവാടി പരിസരത്ത് ചേർന്നു. കെ പി മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയിൽ അവിടെയാണ് കേരളത്തിലെ ഏറ്റവും നല്ല കൈപ്പാട്. ഡോക്ടർ വനജയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ കൃഷി ചെയ്തു. പക്ഷെ വീണിട്ടും ഞാൻ വിട്ടില്ല, നേരെ പോയി നെല്ല് മൂർന്ന് കൊണ്ടുവച്ചു. അവിടെ ചുറ്റും നിന്നവരൊക്കെ തന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കൈപ്പാട് പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. കൈപ്പാട് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ച പോലെ ഭൗമിക സൂചിക ലഭിച്ചിരിക്കുകയാണ്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് വനജയാണ്.
ഞാനാണ് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് ഇന്ന് അത് വിറ്റഴിക്കാൻ സാധിക്കുന്നു. ഇപ്പം കണ്ണൂരൊക്കെ തന്നെ നിങ്ങളെന്തെങ്കിലും കാർഷിക മഹോത്സവത്തിനൊക്കെ പോയാൽ അവിടെ സ്റ്റേഡിയത്തിൽ കാണാം കൈപ്പാട് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ചാക്കിൽ പൊതിഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് കുട്ടനാട് റൈസും. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ GI ഭൗമിക സൂചിക ലഭിച്ചാൽ എന്താ കാര്യം ഗുണം? ലോകത്തുള്ള മുഴുവൻ സ്ഥലത്തു നിന്ന് ഇതിന് ഡിമാൻഡാകും. അപ്പം അങ്ങനെ ഡിമാൻഡ് ആകുന്ന മുറക്ക് ഡിമാൻഡാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളിത് പറഞ്ഞതായിരുന്നു. പക്ഷേ അതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല. നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ കൈപ്പാട് നല്ല കൃഷി ചെയ്ത് കൈപ്പാട് ഇവിടുത്തെ റൈസും ഇതേപോലെ തന്നെ ഭൗമിക സൂചികയൊക്കെ തന്നെ ലഭിച്ച് നമുക്ക് ഡോക്ടർ വനജയെ ഇവിടെ കൊണ്ടുവരാം. അവർ പറഞ്ഞാൽ വരും. ഇപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞത് അതായിരുന്നു. അവർ പറഞ്ഞാൽ എന്തായാലും വരും. അവരിതിലായിട്ട് ഡെഡിക്കേറ്റഡാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കർഷകരുടെ മക്കൾക്കും മറ്റു തൊഴിലാളികൾക്കുമൊക്കെ തന്നെ ജോലി ലഭിക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ തൊഴിലെന്തായിരുന്നു? കൃഷി. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനും കാർഷിക തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മയുടെ കീഴിൽ. എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള നല്ല വയലുകളൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് അമ്മയായിരുന്നു ഞാറെടുത്ത് തരും എൻ്റെ അടുത്ത്. ഞാൻ പോയിട്ട് അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. ഞാറുനടിയിലും ഒക്കെ തന്നെ ഭയങ്കര രസമായിരുന്നു അന്ന് ചെറുപ്പകാലത്ത്. മേഖലയിലെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പാഞ്ഞൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. കരിയാട് കൃഷി ഓഫീസർ PV ഫൗസിയ സ്വാഗതം പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P സതീശൻ പദ്ധതി വിശദീകരണം നടത്തി. മുതിർന്ന കർഷകരായ ഗോവിന്ദൻ കിളന്തവിട, VK മജീദ്, NK സുരേന്ദ്രൻ, കുയ്യൻ ഉഷ, ശ്രീധരൻ വൈദ്യർ, PK രാജീവൻ, NK രവി, KK അശോകൻ, ശ്രീജേഷ് പുതുകുളങ്ങര, PM ഫെറോന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച നെൽ കർഷകൻ ശ്രീ രാജീവൻ PK. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ കൈപ്പാട് നെൽകൃഷി ഞാറുനടിയിൽ ഉദ്ഘാടനവും നടന്നു. TK ഹനീഫ, AM രാജേഷ്, MTK ബാബു, NA കരീം, TK ഹമീദ്, KP ചന്ദ്രൻ, അൻവർ കക്കാട്, രാജൻ ശബരി, ബിനു കരിയാട്, KK ശങ്കരൻ, നാസർ ബംഗളത്ത്, K ദിനേശൻ, VP രാജൻ, VK ശോഭന, AG സുജ തുടങ്ങിയവർ സംസാരിച്ചു. കല്യാശ്ശേരിയിലെ പ്രസിദ്ധമായ കൈപ്പാട് നെൽകൃഷി മാതൃകയാക്കിയാണ് കർമ്മസേനാംഗങ്ങൾ നെൽകൃഷി നടി നടത്തിയത്. മുകേരി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. മുകേരി പഞ്ചായത്ത് ഹാളിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വസ്തുക്കളൊക്കെ തന്നെ ലഭിക്കും. പക്ഷെ പലതും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാവുന്ന രൂപത്തിലേക്കാണ് എന്നതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഉള്ളി ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നമ്മളെ ചെറിയ കുട്ടി കർഷകനെ വിളിച്ച് ചോദിച്ചതൊക്കെ കേട്ടു. അപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ നല്ല പച്ചക്കറികളും അവൻ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ നമുക്കൊക്കെ തന്നെ ആകാൻ കഴിയും. പഴയകാലത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ഒരാൾ തൊഴിൽ ചെയ്യുന്നത് കൃഷിയിലൂടെയാണ്. കാർഷിക മേഖലയിൽ യുവജനങ്ങളെ ആകർഷിക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനും കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനും ഊന്നൽ നൽകി നാം മുന്നോട്ട് പോകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP മോഹനൻ MLA ആവശ്യപ്പെട്ടു. മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് കർഷകരായ പവിത്രൻ, രമണി പാറച്ചിമൽ, UP ദേവദർശ്, സുമതി ഓടക്കാട്, MK രജീഷ് എന്നിവരെ ആദരിച്ചു. കൃഷി സഹായിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്.
സ്നേഹവും ആദരവിട്ടുണ്ട്. കവുങ്കുഴി LPS സ്ഥാനം നേടിയത് മുഹമ്മദ് ഫാസ് മൊകേരി. വിജയികൾക്ക് മുകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാജശ്രീ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TP രാജൻ, ഹരിദാസ് മുകേരി, PN മുകുന്ദൻ, A പ്രദീപൻ, കൃഷി ഓഫീസർ ഡോക്ടർ VP സോണിയ, കൃഷി അസിസ്റ്റന്റ് K അജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ AB ശ്രീജിത്ത് കാർഷിക മേഖലയിലെ ബാങ്കിംഗ് സ്കീമുകളെപ്പറ്റി സംസാരിച്ചു. കാർഷിക ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള കാർഷിക ക്വിസ് മത്സരത്തിൻ്റെയും റീൽസ് മേക്കിംഗ് മത്സരത്തിൻ്റെയും വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. നാട്ടിപ്പാട്ട്, നാടൻപാട്ട്, ഒപ്പനപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. കോട്ടയം പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും എല്ലാവരും അടക്കം പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന രീതിയുണ്ടായി. എല്ലാവർക്കും ഒരു തൊഴിലുണ്ടായിരുന്നു കൃഷി. ആ കൃഷി എന്നത് ഏറ്റവും നമ്മുടെ ഉപജീവന മാർഗം മാത്രമല്ല, നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പുരയിടത്തിലുണ്ടാക്കി നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചില കുടുംബങ്ങളൊക്കെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ല വില ലഭിക്കുന്ന രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് ജൈവ കൃഷിയായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ, ആ ജൈവ കൃഷിയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ തന്നെ അതിന് പിന്നോട്ട് പോകും. അത് കർഷകന്റെ ക്ഷേമം അക്കാലത്ത് കുറവായിരുന്നു, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. പിന്നീടാണ് കൃഷി വകുപ്പിന്റെ പേര് തന്നെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പായിട്ട് മാറിയത്. കാർഷിക വികസനം മാത്രം പോരാ, കർഷകന്റെ ക്ഷേമം ഉറപ്പുവരുത്തി. ഇന്ത്യ രാജ്യത്ത് അത് ആദ്യമായി നടപ്പിലാക്കിയതും കേരളത്തിന്റെ നിർദ്ദേശപ്രകാരം. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പാഠാടിസ്ഥാനത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലൊക്കെ തന്നെ മികച്ച കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി MLA ആദരിച്ചു. ചെയ്യുന്നു. നെൽകൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയ കൃഷി സഹായം ചെയ്യും. കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് M ധർമ്മജ, TK ദീപ, PK അബൂബക്കർ, PA ബിപിൻ ചന്ദ്, N ബാലൻ, PP അശോകൻ, P ചന്ദ്രൻ, അഷ്റഫ് ചെമ്പിലാലി, കൃഷി ഓഫീസർ CV ആനന്ദ്, കൃഷി അസിസ്റ്റന്റ് KP സത്യരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്കായി സംഘടിപ്പിച്ച കാർഷിക ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കൂത്തുപറമ്പ് നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ഹാളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിയിലൂടെ ഉപജീവന മാർഗവും കൃഷിയിലൂടെ നമുക്ക് സമ്പത്തും ധനവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളറിയാം, കൊയ്ത്ത് കാലത്തൊക്കെ തന്നെ നെല്ലും എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പൊലിയെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ പടിയറ്റകത്ത് കൊണ്ടുപോയി വെച്ച്, അതൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ കുളിർമ തരുന്നൊരു സമയമാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. എന്താ കാരണം? നമ്മൾ കൃഷിയിൽ നിന്നും അകന്നുപോയി. കുടുംബത്തിൽ കൃഷിയുണ്ടെങ്കിലും മറ്റുള്ളവർ, പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പോൾ പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കണം. അതായിരുന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. മികച്ച കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ അധ്യക്ഷ B സുജാത അധ്യക്ഷയായി. മികച്ച കർഷകരായ K ചന്ദ്രൻ, ബാബു കൊമ്പ്രക്കണ്ടി, രാജീവൻ ആമ്പിലാട്, C മോഹനൻ, TP ഷീജ,
കുട്ടി കർഷകൻ CP റഷി, മികച്ച കാർഷിക വിദ്യാലയമായ സൗത്ത് നിലവൂർ LP സ്കൂൾ, കാർഷിക പ്രവർത്തനം നടത്തുന്ന സേവന കൃഷിക്കൂട്ടം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ V രാമകൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷൻ KV രജീഷ്, കൂത്തുപറമ്പ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് MP വിജയകുമാർ, UN സത്യചന്ദ്രൻ, K ബാബുരാജ്, അലി മൊട്ടേമൽ, VP മുഹമ്മദ് റാഫി, N ധനഞ്ജയൻ, P ഷൈജ, കൃഷി ഓഫീസർ SGG, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ്മിനി എന്നിവർ സംസാരിച്ചു. കാർഷിക ക്വിസ്, അടിക്കൊട്ട മടൽ മത്സരം, വല്ലം മടൽ മത്സരം തുടങ്ങിയവയും നടന്നു. പാനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ലാഭം കൊയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ കൃഷിക്ക് വലിയ ചെലവുണ്ടായിരുന്നില്ല. ഇന്ന് നല്ല ചെലവാണ് ഒരു കാർഷിക മേഖല. അപ്പൊ കൃഷി വകുപ്പിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കി കാർഷിക വികസന സമിതി മാസം തോറും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ തന്നെ നൽകാനുള്ള ഏറ്റവും നല്ല ശ്രദ്ധേയമായ ഇടപെടലുകൾ കൃഷി വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഭാഗത്തുണ്ടാവണം എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. പ്രമുഖ കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ E നദീറ സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ TK ഹനീഫ, PK ഇബ്രാഹിം ഹാജി, കൗൺസിലർമാരായ PK പ്രവീൺ, KK സുധീർ കുമാർ, പെരിക്കാലി ഉസ്മാൻ, M രത്നാകരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TT രാജൻ മാസ്റ്റർ, KK പ്രേമൻ, TK അശോകൻ മാസ്റ്റർ, P ഉസ്മാൻ, PV യൂസഫ്, K സൂരജ്, KK ബാലചന്ദ്രൻ, PP അബൂബക്കർ, കൃഷി അസിസ്റ്റന്റ് PP ദിജേഷ് എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരായ TP വിജയൻ, KP സീന, T ബാലൻ, PP കുഞ്ഞിക്കണ്ണൻ, B സരോജിനി, അബ്ദുൾ റൌഫ്, K ഷീജ, TP ചന്തു, വിദ്യാർത്ഥി കർഷകൻ ദിദിൻ ദേവ് എന്നിവരെയാണ് ആദരിച്ചത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയും KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇപ്പോഴേ മഴ കഠിനമായിട്ട് വരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കറുത്ത രാത്രികളാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയല്ലേ കറുത്ത ദിനങ്ങളായിട്ടാണ്. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കാർഷിക മേഖലയെ കൂടുതൽ സമ്പന്നമാക്കാൻ സാധിക്കണം. അതിന് എല്ലാവരും, ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അടക്കം കാർഷിക മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് കൃഷി സമ്പന്നമാക്കാനുള്ള ഏറ്റവും നല്ല നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൃഷി എന്നത് നമ്മുടെ ഉപജീവന മാർഗം മാത്രമല്ല, കേരളത്തിന്റെ സമ്പത്താണ്. പല വിധത്തിലുള്ള കൃഷികളുമുണ്ട് നമുക്ക്. ആ കൃഷികളൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പഴയ കാലത്തൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് നേടിത്തന്നതായിരുന്നു. അതിന് ഇനിയും നമുക്ക് സമയമുണ്ട്. കൃഷി വകുപ്പിന്റെ കാർഷിക വികസന സമിതിയുടെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷനായി. കൃഷി ഓഫീസർ CB ആനന്ദ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രൈരോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശാന്ത, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മഹിജ, ഫൈസൽ കൂലോത്ത്, CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കാഞ്ഞായി ബാലൻ, KP കുമാരൻ, അബ്ദുള്ള ഹാജി, മൊയ്തു പത്തായത്തിൽ, K മുകുന്ദൻ മാസ്റ്റർ, രോഹിത് റാം, അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഏറ്റവും നല്ല ജലരക്ഷണമാണ് സുരേഷ് ബാബു. ഓക്കെ. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഹാളിൽ
KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള സഹായങ്ങൾ കൃഷിഭവൻ മുഖാന്തരം നൽകാൻ സാധിക്കാത്ത സ്ഥിതി പോലും ചിലപ്പോഴും വന്നു. അപ്പം അത് മാറ്റിയെടുക്കാൻ നമ്മളൊക്കെ തന്നെ പ്രതിജ്ഞാബദ്ധമാണ്. കൃഷിഭവനിലൂടെ ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം കർഷകരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. യഥാർത്ഥ കർഷകന് കിട്ടേണ്ടതൊക്കെ തന്നെ കിട്ടണം. അതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാൻ കൂടുതൽ ശക്തിയോടുകൂടി കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മള് കേരളത്തിൽ അങ്ങോട്ടും നിങ്ങളും നോക്കിയാൽ ഇന്ന് കർഷക ദിനമായിട്ട് ആചരിക്കുക. അതോടുകൂടി കൃഷിയെക്കുറിച്ച് വാക്കുകൾ പോലും സൂചിപ്പിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരികയാണ്. പക്ഷെ അതുപോലെ ഒരുപാട് കർഷകർ, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് കർഷകർ വിവിധ രീതിയിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പഴയകാല കർഷകരുണ്ട്, പുതിയ കർഷകരും ഒക്കെ തന്നെ. പക്ഷെ അവർക്കൊക്കെ തന്നെ അവരുടേതായ പ്രവർത്തനം കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്നവരായിട്ടുള്ളവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ തന്റെ കൃഷി ചെയ്തുകൊണ്ട് പഴയകാലത്തെ കൃഷി ചെയ്തു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷി ചെയ്യുന്നു. പ്രമുഖ കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ അധ്യക്ഷയായി. കൃഷി ഓഫീസർ KP വിനയകുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരേരോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ശാന്ത, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ചാമാളിയിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK അലി, TK ശങ്കരൻ മാസ്റ്റർ, VP സുരേന്ദ്രൻ മാസ്റ്റർ, AP നാണു, പഞ്ചായത്ത് സെക്രട്ടറി BB പ്രസാദ്, P കൃഷ്ണൻ മാസ്റ്റർ, M ഗഫൂർ, VP നാണു മാസ്റ്റർ, CKB തിലകൻ മാസ്റ്റർ, VP ബാലൻ മാസ്റ്റർ, KT രാഗേഷ്, പ്രജീഷ്, സുരേഷ്, ഡാലിമോൾ എന്നിവർ പ്രസംഗിച്ചു. പാട്യം പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പാട്യം പഞ്ചായത്ത് ഹാളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് കൃഷിവകുപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട നേട്ടങ്ങളെ കുറിച്ച് വിശദീകരണം നൽകുകയും അത് യഥാർത്ഥ കർഷകനെ ലഭിക്കാൻ വേണ്ടിയുള്ള നല്ല പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ യഥാർത്ഥ കർഷകന് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കർഷകനും കൃഷിവകുപ്പ് മുഖാന്തരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണം. അതെങ്ങനെ അറിയും? ആരും അറിയില്ല. ഒരാളോട് ചോദിച്ചാൽ ഇപ്പൊ അടുത്തും ചോദിച്ചു, എല്ലാ സ്ഥലത്തും ചോദിച്ച് എന്തെല്ലാം കൃഷിവകുപ്പ് കിട്ടുന്നത്, നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം അവരറിയുന്നില്ല. അവിടെ കൃഷി ഓഫീസറോടും പഞ്ചായത്തിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് കർഷകരില്ല. അതിനാണ് കാർഷിക വികസന സമിതി. പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി ചേരുന്നത് വളരെ കുറഞ്ഞുപോയി. അത് നിർബന്ധമായിട്ട് എടുക്കണം. നമ്മുടെ ഉദ്ദേശം എന്താ? കാർഷിക വികസനവും കർഷകന്റെ ക്ഷേമവുമാണ്. ഓരോ കർഷകനും അവന്റെ ക്ഷേമം ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ അങ്ങനെയാക്കിയത്. ആ പേര് മാറ്റിയപ്പോൾ ആദ്യമായിട്ട് അത് അംഗീകരിച്ചത് ഇന്ത്യ ഗവൺമെന്റാണ്. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്തിലെ വിവിധ കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കർഷക സെമിനാറും നടന്നു. കാർഷിക മേഖലയിലുള്ള വന്യജീവി ആക്രമണം മുൻകരുതൽ എന്ന വിഷയത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത് ക്ലാസ് എടുത്തു. പാട്യം കൃഷി ഓഫീസർ R അശ്വതി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. ചെറുവാഞ്ചേരി അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് അംഗം V രതി, KK സമീർ, പാട്യം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K കരുണാകരൻ, A പ്രദീപൻ, പന്നിയോടൻ ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് അനു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങളം കൃഷിഭവന്റെയും പാഞ്ഞൂർ നഗരസഭയുടെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പൂക്കോം മുസ്ലിം LP സ്കൂളിലാണ് ദിനാചരണ പരിപാടി നടത്തിയത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു വീട്ടിലൊരു കർഷകൻ എന്നത് പഴയ കാലത്ത് ഏറ്റവും നമ്മുടെ ശ്രേഷ്ഠമായ ഒരു അനുഭവങ്ങളായിരുന്നു. അവിടെയൊക്കെ തന്നെ കൃഷി കൊണ്ട് ഉപജീവന മാർഗവും ഉണ്ടായിരുന്നു. കൃഷി കൊണ്ട് ഉപജീവനം എന്ന് ഞാൻ പറയുമ്പോൾ
കൃഷി തൊഴിലായിട്ട് തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യം അന്നത്തെ കാലഘട്ടത്തിൽ. അത് ചെറുപ്പക്കാരും എല്ലാവരും തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വയലുകളിലൊക്കെ തന്നെ ഓടിച്ചാടി നടന്ന ഒരു ഹരമായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ തന്നെ പോയി. വൈറ്റ് കോളർ ജോബ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ കൃഷിയിൽ നിന്നും അകന്നു പോയി. വളരെ കുറച്ച് പേർ മാത്രമേ ഇന്ന് കൃഷിയിലേക്ക് മുന്നോട്ട് വരുന്നുള്ളൂ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതുകൊണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കൃഷിയിലേക്ക് ആകർഷിക്കണം. കൃഷിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കുടുംബശ്രീയുടെയും മറ്റ് സൗകര്യത്തോടു കൂടി സഹായത്തോടു കൂടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല മതിപ്പും അതോടൊപ്പം തന്നെ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പഞ്ചായത്തിലെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കെ നാണു, കെ അച്യുതൻ, കെ ഗിരീഷ് കുമാർ, ടി ഒ വനജ, കെ സി പ്രേമ, കെ കെ അനിത, ആത്മിക രാജേഷ് എന്നിവരെയാണ് ആദരിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ചടങ്ങിൽ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ജി ആർ ആതിര സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഹനീഫ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, വി പി പ്രേമകൃഷ്ണ മാസ്റ്റർ, രാമചന്ദ്രൻ ജോസ്ന, കെ ശോഭന, പി പി സുരേഷ് ബാബു, കൃഷി അസിസ്റ്റന്റ് വി എൽ ലീനി എന്നിവർ പ്രസംഗിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. വടക്കുംപാട് ഹൈസ്കൂളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കർഷക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയായി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു, തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ആർ രമ്യാഭായ്, വാർഡ് അംഗങ്ങളായ എം ബാലൻ, സുശീൽ ചന്ദ്രോത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പയ്യമ്പള്ളി രമേശൻ, അഡ്വക്കേറ്റ് എം എസ് നിഷാദ്, ടി ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച മുതിർന്ന കർഷകനായ കെ രവീന്ദ്രനെയും വനിതാ കർഷകയായ കെ പി കമലയെയും, ക്ഷീര കർഷകനായ ജയരാജൻ കയനാറത്ത്, മികച്ച കൂൺ കർഷകൻ രമേശൻ ചക്കുളത്തിൽ, മികച്ച കർഷകൻ SC/ST വിഭാഗത്തിൽ കെ നാരായണൻ, മികച്ച മട്ടുപ്പാവ് കർഷകൻ കെ പി റിജേഷ്, മികച്ച വിദ്യാർത്ഥി കർഷക CS ലക്ഷ്മി എന്നിവരെ ആദരിച്ചു. വിവിധ മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ലക്ഷ്മി നയിച്ച നാട്ടിപ്പാട്ടും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കുട്ടാപ്പ് കതിരൂർ നയിച്ച നാടൻപാട്ട് പാട്ടും പറച്ചിലും അരങ്ങേറി. TK കാവ്യ സ്വാഗതവും S ബിന്ദു നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നോത്തുപറമ്പ് വില്ലേജ് സമ്മേളനം സെൻട്രൽ പുത്തൂരിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം A ശൈലജ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നോത്തുപറമ്പ് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം A ശൈലജ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ മാത്രം പരിശോധിച്ചാൽ പോരാ, മറിച്ച് എന്താണ് നമ്മള് സാർവദേശീയ രംഗത്ത് നടക്കുന്ന സാർവദേശീയമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ പാനൂർ ഏരിയയിലുള്ള, നമ്മുടെ കുന്നോത്തുപറമ്പ് വില്ലേജിലുള്ള സഖാക്കളെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനം നടത്തുന്ന സമയത്ത് നമുക്ക് സാർവദേശീയ രംഗത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ സമ്മേളനത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കപ്പെടുമ്പോ സാർവദേശീയ ദേശീയ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം. കെ ബിനിഷ അധ്യക്ഷയായി. എം ബിന്ദു അനുശോചന പ്രമേയവും പി ശോഭ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. കെ ലത, കെ ബിനിഷ, ഇന്ദിര എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. എ പി ലീല, യു അജിത, സുമതി എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയും നിയന്ത്രിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാറാട് യൂണിറ്റ് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതികളിൽ അംഗങ്ങളായ 2 പേർക്കുള്ള 15 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും നടന്നു. പാറാട് മരുന്നൻ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. 2023 ജനുവരി മാസം
1 ആരംഭിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ 217 യൂണിറ്റിന്റെ 17 മേഖലാ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് 21,000-ഓളം ആളുകളെ ആ പദ്ധതിയിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അതിൽ 4,000-ഓളം ആളുകൾ പരിസംഖ്യ അടയ്ക്കാതെ ഈ പദ്ധതിയിൽ പുറത്തേക്ക് പോയി. കഴിഞ്ഞ ഡിസംബറിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 17,000-ഓളം ആളുകൾ ഈ പദ്ധതിയിൽ ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ 2 ആൾക്ക് കൊടുക്കുന്ന ധനസഹായം മരണാനന്തര ആനുകൂല്യം കുടുംബം 169 കുടുംബങ്ങളിൽ ഇതിന്റെ സഹായം എത്തുകയാണ്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ധനസഹായ വിതരണം നടത്തി. മേഖലാ സെക്രട്ടറി വി രമേഷ് ബാബു അനുമോദനം നിർവഹിച്ചു. അംഗത്വ വിതരണം മേഖലാ ഖജാൻജി നാസർ പുത്തലത്ത് നിർവഹിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ, വാർഡ് അംഗങ്ങളായ അഷ്കർ അലി, ഫൈസൽ കൂലോത്ത്, പാറാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ദേവദാസ്, എ വി ബാലൻ എന്നിവർ സംസാരിച്ചു. പാറാട് യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി വി അബ്ദുള്ള സ്വാഗതവും ഒ പി ജയൻ നന്ദിയും പറഞ്ഞു. CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി ശ്രീധരന്റെ സ്മരണയ്ക്ക് CPIM പൊന്നം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നം ലോക്കലിലെ വിവിധ സാംസ്കാരിക സ്ഥാപനത്തിൽ വെച്ച് പൊന്നം ലോക്കലിലുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, മെമ്പർമാർ, അനുഭാവികൾ എന്നിവർക്ക് ഘട്ടം ഘട്ടമായി പാർട്ടി വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനകേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. പഠനകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നിർവഹിച്ചു. അദ്ദേഹം വലിയ പ്രാസംഗികനായി പൊതുവേദിയിലൊന്നും അധികം പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ ആഴത്തിലുള്ള അറിവ്, അത് മാർക്സിസം സംബന്ധിച്ച് മാത്രമല്ല, കലയെയും സാഹിത്യത്തെയും കുറിച്ച്, പ്രത്യേകിച്ച് മലയാള ഭാഷയെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ഒരു പാർട്ടി നേതാവായിരുന്നു ശ്രീധരൻ. അത് അദ്ദേഹം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി, നേരത്തെ ഉചിതമായിട്ടുള്ള ഒരു സ്മാരകമാണ് ഈ പഠന ഗവേഷണ കേന്ദ്രം. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ആദ്യമായും അറിയിക്കുകയാണ്. എ കെ ഷിജു അധ്യക്ഷനായി. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം പൊന്നിൻ ചന്ദ്രൻ, തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം എ വാസു, ലോക്കൽ കമ്മിറ്റി അംഗം TK ഷാജി എന്നിവർ സംസാരിച്ചു. അറിയാനും അറിയിക്കാനും എന്ന സന്ദേശമുയർത്തി പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാലകളിലേക്ക് അക്ഷരയാത്ര സംഘടിപ്പിച്ചു. രാവിലെ സി മാധവൻ സ്മാരക വായനശാലയിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പാറാൽ പൊതുജന വായനശാല, തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറി, തലശ്ശേരി ആസാദ് ലൈബ്രറി, SN പുരം ശ്രീനാരായണ വായനശാല, കൂടാളി പൊതുജന വായനശാല, ഇരുവേരി നെസ്റ്റ് ലൈബ്രറി, വളപട്ടണം പബ്ലിക് ലൈബ്രറി, തായമ്പൊയിൽ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം, മയ്യിൽ KK കുഞ്ഞനന്ദൻ സ്മാരക ഗ്രന്ഥാലയം എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം രാത്രി വേളം പൊതുജന വായനശാലയിലാണ് അക്ഷരയാത്ര സമാപിച്ചത്. സമാപന സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിടുവിലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോ വോളിബോൾ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വോളിബോൾ മത്സരം നടക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞു, പിന്നെ നാടക അവതരണത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓരോരാളും ചെയ്യുന്നുണ്ട്. മയിൽ CRC ആണെങ്കിൽ U ലക്ഷ്മണൻ അധ്യക്ഷനായി. വനിതാ കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി അവതരണവും നടന്നു. വിവിധ വായനശാലകളിൽ സനീഷ് പാറാൽ, KK മാരാർ, NV രമേശൻ, കരുണാകരൻ മാസ്റ്റർ,
ഡോക്ടർ പ്രമോദ് വെള്ളച്ചാൽ, ഡോക്ടർ വി ജയേഷ്, ബിനോയ് മാത്യു, ഷമീമ വളപട്ടണം, എം വി സുമേഷ്, കെ രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ വായനശാലകളുടെ ചരിത്രവും പ്രവർത്തനവും വിശദീകരിച്ചു. അക്ഷരയാത്രയുടെ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് വി പ്രദീപൻ സി മാധവൻ സ്മാരക വായനശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 23 പേരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ, കെ വിമല, എൻ ഷാനവാസ്, ഇ രാജൻ, ഷൈന സനൽ, വി അഭിനന്ദ്, ധ്യാൻഷാൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃപ്പങ്ങോട്ടൂർ വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. കല്ലിക്കണ്ടിയിൽ ടി പി യശോദ പതാക ഉയർത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃപ്പങ്ങോട്ടൂർ വില്ലേജ് സമ്മേളനത്തിൽ ടി പി യശോദ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ഒക്ടോബർ 5 തന്നെയാണ് മോഡി സർക്കാർ ശ്രീവിരുദ്ധ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിന് മുമ്പിൽ ശക്തമായ മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സമരം നടത്തിയിരുന്നു എന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നിലയിലാണ് അതായത് അവിടെ ഉണ്ടാകുന്നത് എന്നത് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് കേരളത്തിൽ നമുക്ക് സീറ്റ് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു സീറ്റ് ആണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബോർഡടക്കം കിട്ടിക്കൊണ്ടാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം കള്ള വോട്ടുകളെ കുറിച്ച് അതിന് ശരിയായ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ട് ആണ് BJP അവിടെ അക്കൗണ്ട് തുറന്നിട്ടുള്ളത് എന്നത് നമുക്കിപ്പോ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് എന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വാസന്തി അധ്യക്ഷയായി. പ്രിയ രക്തസാക്ഷി പ്രമേയവും പുഷ്പവല്ലി ടീച്ചർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സരോജിനി, വിനോദിനി, ഷീല എന്നിവർ പങ്കെടുത്തു. പുഷ്പവല്ലി, പ്രിയ, സുനില, എം റീജ, ചിത്ര എന്നിവർ പ്രമേയ കമ്മിറ്റിയും നിയന്ത്രിച്ചു. നാസർ മാസ്റ്റർ സ്വാഗതവും റിജില നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി AP വാസന്തി പ്രസിഡന്റായും കെ പങ്കജാക്ഷിയെ സെക്രട്ടറിയായും യു ചിത്രയെ ട്രഷററായും തെരഞ്ഞെടുത്തു. DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്ററിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. കാടും മൂടിക്കിടക്കുന്ന മലബാർ ക്യാൻസർ സെന്ററിന്റെ പരിസരവുമാണ് 100ഓളം യൂത്ത് ബ്രിഗേഡ്മാർ വൃത്തിയാക്കിയത്. മെഗാ ക്ലീനിംഗിന്റെ ഉദ്ഘാടനം DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P സനീഷ് നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV സച്ചിൻ, ജില്ലാ കമ്മിറ്റി അംഗം ഫിദ പ്രദീപ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ K മർഫാൻ, M നിതിൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷൈൻ, രജീഷ് മുള, TK നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. പാനൂർ ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കാളോത്ത് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യശാസ്ത്രം ക്ലബ്ബ് സെക്രട്ടറി ഹരീഷ് കടവത്തൂർ അധ്യക്ഷത വഹിച്ചു. BPC സിമ്മി, പാനൂർ UP പ്രധാനാധ്യാപിക ജീജ, HFRN സെക്രട്ടറി M നജീബ്, CK ബിജേഷ്, MK രാജൻ, KP സായന്ത്, V രൂപേഷ്, N രജീഷ്, N രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബാബുരാജ്, PP രാഗേഷ്, B നിജേഷ്, KP സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തലശ്ശേരി വടക്കുംപാട് KP ആൻഡി മാസ്റ്റർ സ്മാരക വായനാശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജഡ്ജ് KP പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജ് KP പ്രസന്നകുമാരി അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ തലശ്ശേരിക്ക് തന്നെ നല്ല ഒരു നായകനെ ലഭിച്ചിരിക്കുകയാണ്. അഭിഷേകം ഈ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അഭിഷേകിനെ എനിക്ക് ഏറ്റവും സന്തോഷം ദിവാകരൻ എന്ന മികച്ച വായനക്കാരനെ പറ്റിയിട്ട് പറയാനാണ്.
ദിവാകരനെ വായനശാലയുടെ പരിധിയിലുള്ള ഏറ്റവും നല്ല വായനക്കാരനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. PR വസന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. A ശശിധരൻ, KP പ്രഹീത്, KC വേണു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മംഗലാപുരം ശാരദ ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നും BAMS ബിരുദം നേടിയ ഡോക്ടർ KK അനുശ്രീ, MA മ്യൂസിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്ക് നേടിയ അഭിഷേക് രമേശ്, KPM ഗ്രന്ഥശാല പരിധിയിൽ മികച്ച വായനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട E ദിവാകരൻ കുനിയിൽ എന്നിവരെ അനുമോദിച്ചു. ബാലസംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. കുടക്കളം കുണ്ടാഞ്ചേരി നഗരിൽ ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം V സിദ്ധാർത്ഥ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം V സിദ്ധാർത്ഥ് നിർവഹിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ബാലസംഘം എന്ന് കേൾക്കുന്നത്. അല്ലെ, നമ്മുടെ മുൻപൊക്കെ ബാലസംഘത്തിന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് അല്ലെ. യൂണിറ്റ് സമ്മേളനത്തിലെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ബാലസംഘം? എന്താ ഇത് കഴിയുന്നവരെ ചോദ്യവും ഉത്തരങ്ങളും ആയിരിക്കും. നാളെ മുതൽ ചോദ്യോത്തരം എഴുതണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് എന്ന് തന്നെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. C അതിർത്ത് അധ്യക്ഷനായി. P ആതിര അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി CK അവന്തിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി ഏരിയ സെക്രട്ടറി PK അർച്ചിത, ഏരിയ പ്രസിഡന്റ് TM ശ്രീരാഗ്, കൺവീനർ P സുജിത്ത്, AK രമ്യ, മനോജ് എന്നിവർ സംസാരിച്ചു. UK പ്രകാശൻ സ്വാഗതം പറഞ്ഞു. പുതിയ കമ്മിറ്റി സെക്രട്ടറിയായി CK അവന്തികയെയും പ്രസിഡന്റായി C അതിർത്തിനെയും വില്ലേജ് കൺവീനറായി മനോജ് കാമ്പിലിനെയും തെരഞ്ഞെടുത്തു. ചമ്പാട് അരിയാക്കൂലിലെ KP ആർട്ട് സുരേന്ദ്രന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. KP ആർട്ട് സുരേന്ദ്രൻ സ്മൃതിവേദിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും സഹപ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. സിനിമ സീരിയൽ താരവും സഹപാഠിയുമായ രാജേന്ദ്രൻ തായാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇവിടെ ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, കലാരംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ സുരേന്ദ്രൻ്റെ. അകാലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത്. നേരത്തെ ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കൊണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൂടുതൽ കഴിയുമായിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ എതിർപ്പുകളൊക്കെ വകവെക്കാതെ അതിനെ മറികടന്നുകൊണ്ടാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വമായിരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ഒന്നും ആയിരുന്നില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്നതിലപ്പുറം ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ട് ആ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. RJD തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പനന്നൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VB മനോഹരൻ, മോഹനൻ കുഞ്ഞാൻ്റെവിട, TV പ്രകാശ് ബാബു, ഷാജീസ് പാനൂർ എന്നിവർ സംസാരിച്ചു. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രാണിക് ഹീലിംഗ് സ്ഥാപകൻ മാസ്റ്റർ ചൊവ്വ കോക് സൂയിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ട്രെയിനർ പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ലാഭമുണ്ടാകും, എന്നാൽ യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ സാറും ഇവിടെയുള്ള സന്നദ്ധ സേവകരായ ഒരു കൂട്ടം പ്രാണിക് ഹീലേഴ്സിന്റെയും അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ സെന്റർ നാൾക്കുനാൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗ്രാൻഡ് മാസ്റ്റർ ചോപ്പോക്സി വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് വിശപ്പിനെ നിർമ്മാർജ്ജനം ചെയ്യുക, ഇറാഡിക്കേഷൻ ഓഫ് ഹങ്കർ. ആ പദ്ധതിയുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള പ്രാണിക് ഹീലിംഗ് സെന്ററുകളിലൊക്കെ ഈ ഭക്ഷ്യക്കിറ്റുകളും തയ്യാറാക്കിയ ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തു. അത് നമ്മുടെ ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ നമ്മൾ കണ്ടു. വിവിധ
രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ ഭക്ഷ്യക്കിറ്റുകളും ഭക്ഷണങ്ങളും കൊടുക്കുന്നതായി നമ്മൾ കണ്ടു. പിന്നെ പ്രാണിക്കീലി പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കാൻ സാധിച്ച രവീന്ദ്ര സാറിനോട് എൻ്റെ അഗതിവായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ എനിക്കൊരു ചെറിയ കുറവ് ഈ പാലൂരിൽ ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അധിക പ്രസംഗമാകുമെന്ന് സാർ വിചാരിക്കരുത്. സാറിന്റെ ഡോക്ടർ കെ വി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് കെ സജീവ് കുമാർ, അരവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യ ധാന്യക്കിറ്റ് വിതരണം സുരേഷ് ബാബു മാസ്റ്റർ നിർവഹിച്ചു. ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അശോക് പാറമേൽ സ്വാഗതവും രഞ്ജിത്ത് മേലൂർ നന്ദിയും പറഞ്ഞു. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സബർമതി അക്കാദമിയുടെ നേതൃത്വത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഭരണഘടനാ മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ തുറന്ന സംവാദവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. കണ്ണൂർ ഈക്കോസ് ഹാളിൽ സ്നേഹസംഗമം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. രാജീവൻ എളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഷാക്കി, അഡ്വക്കേറ്റ് സോന ജയറാം, അഡ്വക്കേറ്റ് വി സിജു, അഡ്വക്കേറ്റ് സി നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഇ ആർ വിനോദ്, അഡ്വക്കേറ്റ് സി കെ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് കെ പി ഹരീന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ, അഡ്വക്കേറ്റ് കെ ലത്തീഫ്, അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ മോഡറേറ്ററായി. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം.
BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തലശ്ശേരി വടക്കുംപാട് വെസ്റ്റ് വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ബേസിക് UP സ്കൂളിലാണ് സമ്മേളനം നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കുംപാട് വെസ്റ്റ് വില്ലേജ് സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സ്വീറ്റ്ന ഉദ്ഘാടനം ചെയ്തു. അടികൂടാനുള്ള വിമോചനമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനകത്ത് പുരുഷനെ പോലെ സ്ത്രീകൾക്കും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉൾപ്പെടെ സ്ത്രീക്ക് പൊതുസമൂഹത്തിനകത്ത് എല്ലാവരെയും പുരുഷന്മാരെ പോലെ എല്ലാ അവകാശങ്ങളുമുള്ള സ്ത്രീയായിട്ട് പുരുഷനിരിക്കുന്ന വേദിയിൽ പുരുഷനോടൊപ്പം സ്ത്രീകൾക്കും ഇരിക്കാനുള്ള അവകാശമുള്ള രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വില്ലേജ് സമ്മേളനം ഉൾപ്പെടെ മുദ്രാവാക്യം ഉൾപ്പെടെ നമ്മൾ ഈ കൊടിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യ രാജ്യത്തിനകത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് പൊരുതുന്നത്? അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന സ്ത്രീ സംഘടനയായ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന സംഘടന സമ്മേളനം ചെയ്യുന്നത്. വി രജിത അധ്യക്ഷയായി. ആമിന മാളിയേക്കൽ, വി സിന്ധു, കെ വിമല, എം പ്രസന്ന എന്നിവർ സംസാരിച്ചു. വടക്കേ പൊയിലൂർ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രത്തിൽ രാമായണ പാരായണ സമാപനം നടന്നു. ഭാവയാമി രഘുരാമം എന്ന പേരിൽ നടത്തിയ പരിപാടി ഏറെ വ്യത്യസ്തമായി. രാമകഥാ മാധുരിയുടെ വേറിട്ട അനുഭവമായി പ്രമോദ് ജെ ഗോവിന്ദാണ് ഭാവയാമി രഘുരാമം അവതരിപ്പിച്ചത്. രാമായണം കഥ മുഴുവൻ, രാമായണം മുഴുവനായിട്ട് നമുക്കറിയാം. രാമായണ അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ്റെ, അതിന് മൂലകൃതിയായിട്ടുള്ള വാൽമീകി രാമായണം അല്ലേ. അപ്പൊ അതുപോലെ ഈ അധ്യാത്മ രാമായണം കഥ മുഴുവൻ ഒരു കീർത്തനത്തിൽ ശ്ലോകങ്ങൾ ഒതുക്കുക, അത്രമാത്രം ഒരു വലിയൊരു ജ്ഞാനിയായിരുന്നു. അടുക്കി വെച്ചിരിക്കുന്നതാണ് രാഗം. അപ്പൊ ഈ രാഗത്തിൽ ഒതുക്കുന്ന ആദ്യം അദ്ദേഹം രചിച്ചത് സാവേരി എന്ന് പറഞ്ഞ രാഗത്തിലായിരുന്നു. പിന്നീട് ശമൻകുടി ആണ്. ശമൻകുടി എന്ന് പറഞ്ഞ വലിയ നിഷ്ഠനായിട്ടുള്ള സംഗീതനായിട്ടുള്ള ഒരു അദ്ദേഹമാണ് അത് രാഗമാലികയാക്കി. മാലിക എന്ന ഈ രാമായണ കഥ ഒരു നൂലാണെങ്കിൽ ആ നൂലിൽ പല രാഗങ്ങളിലായിട്ട് കോർത്ത സ്വരങ്ങളാണ് നമ്മുടെ ഈ കൃതി, ഈ കീർത്തനം. സ്വാതി തിരുനാളിനാൽ വിരചിതമായ കീർത്തനങ്ങളിൽ കൂടിയുള്ള ഒരു രാഗസഞ്ചാരമായിരുന്നു ഇത്. കഴിഞ്ഞ ഒരു മാസം പാരായണം നടത്തിയ KP രാജന് ക്ഷേത്രം ട്രസ്റ്റി ഒന്തത്ത് കുഞ്ഞിക്കണ്ണനും വൈസ് പ്രസിഡന്റ് NP നാണുവും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. M സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KP ബിനീഷ് സ്വാഗതവും P ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ഈ ഭാഗത്തിന് എന്തൊക്കെ വന്നു ഇവിടെ നമ്മളെ കണ്ടില്ല. ഇവിടെ വിശ്വാമിത്രന്റെ യാഗരക്ഷാർത്ഥം പോവുകയും ആധുനിക രീതിയിൽ സജ്ജീകരിച്ച GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തലശ്ശേരി സെന്റർ പ്രവർത്തനം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൽപ്പക ആർക്കേഡ്സ് 2ാം നിലയിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം GTech ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവഹിച്ചു. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തലശ്ശേരി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൽപ്പക ആർക്കേഡ്സിന്റെ 2ാം നിലയിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. സെന്ററിന്റെ ഉദ്ഘാടനം GTech ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവഹിച്ചു.
പുതിയ വിദ്യാഭ്യാസ രീതികൾക്കനുസൃതമായ AI ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ് തുടങ്ങി ട്രെൻഡി കോഴ്സുകളും അഭ്യസിക്കാനുള്ള ലാബ് സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനം പുതിയ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് GTech പ്ലേസ്മെന്റ് സെൽ വഴി ജോലി ലഭ്യമാക്കാൻ പ്ലേസ്മെന്റ് പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന 5 വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാധ്യക്ഷ KM ജമുന റാണി ടീച്ചർ, വാർഡ് കൗൺസിലർ തപസു, GTech ഭാരവാഹികളായ PP നിഷാദ്, ദീപക് ദേവദാസ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. CBG എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ CBG ട്രേഡേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോഴ്സ് മാഹി ചാലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. CBG പവർ ടൂൾസിന്റെ സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CBG എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ, CBG ട്രേഡേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോഴ്സ് എന്നിവയുടെ ഉദ്ഘാടനം സത്യനാഥൻ കൃഷ്ണപുരം നിർവഹിച്ചു. Sometimes there's no one else who loves me like you used to. Sometimes when not I say. Building design and estimation, construction contracts, supervision, electrical, plumbing and waterproofing works, painting and interior works, renovation and repair works എന്നിവ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു നൽകുമെന്ന് പ്രൊജക്ട് ഡയറക്ടർമാരായ അനിൽകുമാർ പൊയിൽ, ജസ്വന്ത് LS, ദയാൽ കണാരി എന്നിവർ പറഞ്ഞു. ചാലക്കരയിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ 3 വർഷം മുന്നേ നമ്മളൊരു ബിൽഡിംഗ് പവർ ടൂൾസ് പിന്നെ അതുപോലെ ഹാർഡ്വെയർസിൻ്റെ റെൻ്റൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് ഒരു ബിൽഡിങ് തുടക്കം മുതൽ അവസാനം വരെ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിന് റിലേറ്റഡ് ആയിട്ട് വേണ്ട എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും എക്സിക്യൂഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ഒരു ഓഫീസാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ പ്ലാനിങ് മുതൽ കമ്മീഷനിങ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും അടക്കം വരുന്ന ഒരു ടോട്ടൽ കൺസെപ്റ്റിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽ സപ്പോർട്ടിന് വേണ്ടി സിമെൻ്റ് ആയാലും ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള CBG ട്രേഡേഴ്സ് എന്നുള്ള പേരിൽ സിമെൻറ്റിൻ്റെയും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കടയിൽ മെയിൻ്റനൻസിനും റിപ്പയർ വർക്സിനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പവർ ടൂൾസും അതുമായിട്ടുള്ള സംവിധാനം, ബിൽഡിംഗ് പ്ലാനും ഡിസൈനും അതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ടീമുകളും ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക് ആയാലും പ്ലംബിംഗ് വർക്ക് ആയാലും പെയിൻറ്റിങ് വർക്കുകളായാലും അതുപോലെ ലീക്ക് റിപ്പയറിംഗ് വർക്ക്സ്, വാട്ടർ പ്രൂഫിംഗ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് ആസ്പെക്ട്സിൽ ബിൽഡിങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലുള്ള ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോറിൽ സിമന്റ്, ബ്രിക്സ്, സോളിഡ് ബ്ലോക്സ്, AAC ബ്ലോക്സ്, M സാൻഡ്, P സാൻഡ് എന്നീ സാധനങ്ങളും ലഭ്യമാണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. BJP നേതാക്കൾക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും ആദ്യത്തെ അവകാശി ബലിദാനികളാണെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ബലിദാനികളുടെ സ്മൃതി കുടീരങ്ങൾ MP സന്ദർശിച്ചു. ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ.
ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്ററിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. 100ഓളം യൂത്ത് ബ്രിഗേഡിയർമാർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.